ഓ ഇത് നല്ലോണം പഴുത്തണ്ടല്ലേ? ഇവിടെ ഓറഞ്ച് ഉണ്ട് കേട്ടോ. എന്റെ അമ്മ, മുസംബി. ഇവിടെയുള്ള എല്ലാ ഫാമിലും വിസിറ്റ് ചെയ്യാൻ 20 രൂപയാണ് കേട്ടോ. അതായത് പെർ ഹെഡ് 400 റുപ്പീസ് ആണ്. ഇനി കാന്തല്ലൂര് പൊളിക്കും അല്ലേ? ഒരു പാർട്ടി പറഞ്ഞ 5 പോവാന്ന്, അത് നമുക്കറിയത്തില്ല. ഗാന്ധി അണ്ണന്റെ കൂടെയാണ് പോണല്ലേ. ഇവിടെ ഒരു സ്നോ ലൈൻ ഫ്രൂട്ട്സ് ഗാർഡൻ ഉണ്ട്. ഗാന്ധി അണ്ണനാണ്ട നമ്മളിവിടെ കറക്കിയത്. ഹായ് മച്ചാമാരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് കാന്തല്ലൂരാണ്ട. രാവിലെ 10:30 മണിക്ക് എറണാകുളത്ത് നിന്നുള്ള ബസ്സിൽ കയറി വൈകുന്നേരം 6 മണിക്ക് കാന്തല്ലൂർ എത്തി. ഭക്ഷണം കഴിച്ച് ബസ് നിർത്തിയതിൻ്റെ സൈഡിൽ തന്നെ ഒരു റൂം എടുത്ത്. ബാക്കി ഞാൻ നീട്ടി പറഞ്ഞ് കുളമാക്കുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. പെർ ഹെഡ് 400 റുപ്പീസാണ്. ഇന്നലെ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഈ ബെഡ് ചൂസ് ചെയ്തു. കണ്ടോ, ഇത്രയും വലിയ സ്പേസ് ആണ്. പിന്നെ 2 ടോയ്ലറ്റും അവൈലബിൾ ആണ് കേട്ടോ. 2 ടോയ്ലറ്റാണ്, നീറ്റായിട്ടുള്ള 2 ടോയ്ലറ്റും ഉണ്ട്. പിന്നെ ഇവിടെ ലോക്കർ സൗകര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ബാഗെല്ലാം നമ്മൾ തന്നെ സൂക്ഷിക്കാം. അപ്പോൾ ഇതാണ് ഞാൻ നിന്ന സ്ഥലം, കാന്തല്ലൂരിൽ. ലോ ബഡ്ജറ്റ് സ്റ്റേ ആണ് നിങ്ങളീ കാണുന്നത്. ഇനി ഇവിടെ നിന്ന് പുറത്തേക്കുള്ള വ്യൂ എന്ന് പറയുമ്പോൾ ഇതാണ് കേട്ടോ. ഇവിടെ സൈഡിൽ തന്നെ ഒരു പള്ളിയുണ്ട്. ഇതേ ഈ കട കണ്ടോ, ഈ കടയുടെ വാതിക്കലാണ് ബസ് കൊണ്ട് നിർത്തണം കേട്ടോ. ഇപ്പോൾ തൊട്ടടുത്താണ്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലുള്ള വ്യൂ കാണിച്ചാൽ അതെ ഇതാണ് കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ കണ്ടോ. പിന്നെ ഒരു റൂംസും ഇവർക്ക് അവൈലബിൾ ആണ് കേട്ടോ. അതായത് 1200, 1150, 100 ഒക്കെയാണ് റൂമിൻ്റെ റേറ്റ് പറഞ്ഞത്, സിംഗിൾ റൂം. അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ വിളിച്ച് ചോദിച്ചതിന് ശേഷം വരാൻ ശ്രമിക്കാം കേട്ടോ. ഇതാണ് റിസപ്ഷൻ. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയാൻ പറ്റും കേട്ടോ. ഇവർക്ക് ഈ ഒരു സ്റ്റേ മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ ഉള്ളിലോട്ട് പമ്പനൊരു കിഡിലിൻ സ്റ്റേ ഉണ്ട് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ഒരു മഡ് ഹൗസ് സെറ്റപ്പൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. നല്ല അടിപൊളി പൂക്കളൊക്കെ നിൽക്കുന്നുണ്ട്. ഓ, ഇവിടെ ഇങ്ങനൊരു സ്ഥലം ഉണ്ടായിരുന്നല്ലേ. ഒളിച്ച് ഇവിടെ 15 പേർക്ക് വരെ സ്റ്റേ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. പെർ ഹെഡ് 1000 റുപ്പീസാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇപ്പോൾ ഇവിടെ ആരുമില്ല, ഗസ്റ്റൊന്നുമില്ല. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ലൊക്കേഷനിൽ, അതായത് ബസ് കൊണ്ട് നിർത്തണ സ്ഥലത്ത് തന്നെ നിങ്ങൾ സ്റ്റേ നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ചൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഒരു പ്രോപ്പർട്ടിയും കൂടി ഉണ്ട്, ജസ്റ്റ് നോക്കിക്കോളാൻ പറഞ്ഞുകൊണ്ട് ഞാൻ കയറിയതാണ്ട. ടെൻറ്റ് ചെയ്തിട്ടുണ്ട് അവിടെയും ചെയ്തിട്ടുണ്ട്. കുറേ പേർക്ക് സ്റ്റേ ചെയ്യാനുള്ള സൗകര്യം ഉണ്ട്. എന്തായാലും നൈസായിട്ട് ചെയ്തിട്ടുണ്ട്, അടിപൊളി. നല്ലൊരു ക്ലൈമറ്റാണ് ഇവിടെ. ഡിസംബർ ആയതുകൊണ്ട് പിന്നെ പറയാൻ വേണ്ട, അടിപൊളിയാണ്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിതിൻ ബ്രോനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും കേട്ടോ. എനിക്ക് നമ്മുടെ കുങ്കുമം അത് മസ്റ്റായിട്ടൊന്ന് കാണണം, അത് കണ്ടിട്ടില്ല. അതുകൊണ്ട് അതെ എടുക്കുന്നുണ്ട്. നമ്മുടെ ഭ്രമരം വ്യൂ പോയിന്റിലേക്ക് വണ്ടി കയറി പോകാൻ പറ്റല്ലേ ബ്രോ? അപ്പൊ ശരി. വരാൻ പറഞ്ഞല്ലേ. ഗാന്ധി അണ്ണന്റെ കൂടെയാണ് പോണല്ലേ. ഗാന്ധി എന്നാ പറയുന്നത്, ഗാന്ധി. അടിപൊളി. ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട്? 2 കിലോമീറ്റർ ഉണ്ടല്ലേ. ഓ, അപ്പുറത്തെ അവിടെ തുറന്നിട്ടുണ്ടാവും ഇപ്പൊ. നമ്മ കാന്തല്ലൂരി പൂത്ത കുങ്കുമം
കുങ്കുമ കൃഷി അത് കാണാൻ വേണ്ടി പോണേണ്ട. എന്തായാലും ഗാന്ധി അണ്ണൻ്റെ ഒപ്പമാണ് പോണേട്ടാ. നമ്മ താമസിച്ചപ്പോൾ അവിടെ നിതിൻ സെറ്റാക്കി തന്നതാണ്, നമ്മുടെ ആ മഡ് ഹൗസിൻ്റെ ഒക്കെ മാനേജിങ്ങില് പുള്ളി സെറ്റാക്കി തന്നതാണ്. എന്തായാലും നമുക്ക് ഗാന്ധി അണ്ണൻ്റെ കൂടെ കുങ്കുമ കൃഷി കാണാൻ വേണ്ടി പോകാം. കുങ്കുമം പൂത്ത് നിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. എന്തായാലും ആ ചെടി ഞാൻ കണ്ടിട്ടില്ല. ആ ചെടി കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ പോകുന്നത്. അതിനെപ്പറ്റി എനിക്ക് വലിയൊരു പിടുത്തമൊന്നുമില്ല. കാശ്മീരിൽ ഉണ്ടായിട്ടുണ്ട്, അതുപോലെ കാന്തല്ലൂർ ഉണ്ടായിന്ന് പറഞ്ഞപ്പോൾ ഒന്ന് കാണാനൊരു ക്യൂരിയോസിറ്റി, അങ്ങനെ പോണേണ്ട. ഇപ്പം ഗാന്ധി അണ്ണൻ എന്ത് ചെയ്യാൻ ഒരു കടയിൽ പോയേക്കണാണ്, ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. ഇപ്പം ഞാനിവിടെ കയറി. ഇപ്പോൾ സമയം 9 മണിയായിട്ടാണ്. പുള്ളി അവിടെ ഉണ്ടാവോ ഇല്ലയെന്ന് അറിയില്ല, നമുക്ക് ജസ്റ്റ് നോക്കാമെന്നാണ് പറഞ്ഞേക്കണത് നമ്മുടെ ഗാന്ധി അണ്ണൻ. രാവിലെ എണീറ്റിട്ട് എൻ്റെ അമ്മു ചെറിയ തണുപ്പൊന്നും അല്ലായിരുന്നു കേട്ടോ. കാലില്ലേ തറയെ കുത്താൻ പറ്റണില്ല, അതായത് ടൈൽസിൽ കുത്താൻ പറ്റാത്ത അവസ്ഥ. ഞാൻ നല്ല സോക്സ് ഒക്കെ ഇട്ടാണ് കിടന്നു തുടങ്ങിയത്. ജാക്കറ്റും ഈ സ്വെറ്ററൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എൻ്റെ പൊന്ന മച്ചാമാരെ തണുത്ത് വെറുതെ വിറച്ച് പോയി. ഇപ്പോൾ വെയിൽ കൊള്ളുമ്പില്ലേ നല്ല സുഖമുണ്ട്. എന്തായാലും ക്ലൈമറ്റ് വാസ് സൂപ്പർ. ഡിസംബറിൽ 6-ാം തീയതിയാണ് ഞാൻ വന്നേക്കുന്നത്. 29, 20-ാം തീയതിയൊക്കെ കഴിയുമ്പോഴേ കിട്ടില്ലെന്നാണ് പരിഗണന പറഞ്ഞത്. അപ്പോൾ ടൂറൊക്കെ പ്ലാൻ ചെയ്യണവരുണ്ടെന്നുണ്ടെങ്കിലേ ടൈമിൽ തന്നെ പ്ലാൻ ചെയ്തോ. സെറ്റാണ് ക്ലൈമറ്റ് ഓസാം. പിന്നെ ഞാൻ കാണിച്ചെന്ന മഡ് ഹൗസിൻ്റെ റേറ്റ് പറഞ്ഞത് 1000 റുപ്പീസാണ് കേട്ടോ വരുന്നത്. അതായത് 1000 റുപ്പീസിന് ബ്രേക്ക്ഫാസ്റ്റും ക്യാമ്പ് ഫയറും ഉൾപ്പെടെ ഒരാൾക്ക് 1000 റുപ്പീസ് ഇട്ടാം. എന്തായാലും നല്ലൊരു ലൊക്കേഷനാണ്. എന്തായാലും കാന്തല്ലൂർ വന്നിട്ട് റൂം നോക്കി നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. മേ ബി കാന്തല്ലൂരൊക്കെ വരുമ്പോൾ എപ്പോഴും എല്ലാവരും ബുക്ക് ചെയ്തിട്ടായിരിക്കും വരുന്നത്. എന്തായാലും ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെന്നുണ്ടെങ്കിൽ കോൾ ചെയ്യുക, സെറ്റ് ചെയ്യുക, കയറി പോരാ. ഇപ്പൊ സീസണാണോ സ്ട്രോബെറിയുടെ? ആ ജനുവരിയിലാവും അല്ലേ? ഇവിടെ ആപ്പിൾ തോട്ടമൊക്കെ ഇല്ലേ, അതൊക്കെ എവിടെയാണ് കാണാൻ പറ്റുമോ നമുക്ക്? ആ ആ കാണാൻ പറ്റുമല്ലോ നമുക്ക്. ആ തൊഴിലുറപ്പാണല്ലേ? ഇതിലേ കൂടി ജീപ്പ് മാത്രമേ ഉള്ളൂ, ബസ്സൊന്നും ഇല്ലല്ലേ? കുങ്കുമത്തിന്റെ ഇവിടെ മാത്രമേ ഉള്ളൂ കാന്തല്ലൂര്? ചെറുതായിട്ട് ഒരു ഡെമോ നോക്കിയതാ. ആ ഓക്കെ, ഇവിടെയാണ് അല്ലേ? വരുമോ ഇല്ലയോന്ന് ഒരു പരിശീലനം ചെയ്തതാ. അത് വരുന്നുണ്ട് നല്ലപോലെ വന്നുണ്ട് അല്ലേ? അതെല്ലാം ടെസ്റ്റ് ഒക്കെ അടിച്ച് മറ്റേ ജമ്മു കാശ്മീരിലല്ലേ ഇത് പറഞ്ഞേ. അഥവാ ഇവിടെ ഇപ്പൊ ടെസ്റ്റ് ഒക്കെ അടിച്ച് എല്ലാം ഓക്കെ ആയി. ഓക്കെ, അടിപൊളിയായി. ഇനി കാന്തല്ലൂര് പൊളിക്കും അല്ലേ? അത് കുറച്ചായിട്ടിരിക്കണേ. കുറച്ച് നട്ടിട്ടുള്ളൂ അല്ലേ? അതല്ലേ, അത് നമ്മള് ഒരു ചെക്കിങ് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഗാന്ധി അണ്ണൻ ചേട്ടനെ വിളിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഇതിൻ്റെ ഉടമസ്ഥനെ വിളിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. നമുക്ക് ആ ചേട്ടൻ ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, ഇല്ലെങ്കിൽ പണി പാളി. ഇത് സ്ട്രോബെറിയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ബസ് സ്റ്റാൻഡിൽ നിന്ന് 2 കിലോമീറ്റർ ഇപ്പുറത്താണ്ടോ നമ്മുടെ ഈ സാഫ്രോൺ ഫാം വരുന്നത്. നമ്മുടെ ചേട്ടനില്ല, മറ്റേ ചേട്ടനില്ലേ ഇതിന്റെ? ഇതാണ് ചേട്ടനാണോ? ആ നമസ്കാരം. മോനാണ്, അച്ഛനാണ് അല്ലേ? ഓക്കെ ഓക്കെ, നമുക്കൊന്ന് കാണിച്ച് തരാമോ? അത് കുഴപ്പമില്ല. പൂവൊക്കെ എടുത്തു. ഇപ്പൊ അതിന് പൂത്ത് വന്നാലേ ഉള്ളൂ. ഞാൻ കൊച്ചിന്നാണ്. അതെ. ഇപ്പൊ പൂത്ത് വന്നേ ഉള്ളു അല്ലേ? നമ്മിപ്പോ എത്ര ഒരു പ്രാവശ്യം എടുത്താ? അത് ഒരു പ്രാവശ്യം എടുത്തിട്ടുള്ളൂ അല്ലേ? അടിപൊളി.
മൊത്തം പൂത്തായിരുന്നു. അതല്ലേ ഡയറക്ടർ വന്നിട്ട് സന്തോഷപ്പെട്ടത്. അതെ അതെ, മൊത്തം എല്ലാം പൂത്തല്ലേ? ആ എല്ലാം മൊത്തം ഇവിടുന്ന് കംപ്ലീറ്റ് പൂത്തായിരുന്നു. പൂത്ത ശേഷം ഇലയെ വന്നത്. ഇതിപ്പോ പൂത്തത് ഇപ്പൊ എങ്ങോട്ട് കൊണ്ടുപോയത്? എങ്ങനെ? അത് അതിനെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അത് നമുക്കറിയത്തില്ല എന്ത് ചെയ്യുന്നു. ടെസ്റ്റിന് കൊണ്ടുപോയേക്കണല്ലേ? പിന്നെ കാശ്മീരെ കാട്ടില് ക്വാളിറ്റി കൂടുതലാന്ന് ഡയറക്ടർ പറഞ്ഞായിരുന്നു. അതെ, ഇവിടുത്തെ ക്വാളിറ്റിയാണ് കൂടുതൽ. പിന്നെ പൂവും നീളമുണ്ടെന്ന്. പൂവിന് നീളമുണ്ട്. അടിപൊളി. ഇതിപ്പോ എത്ര തൈ എന്നല്ലേ പറയണ ശരിക്കും? എത്ര തൈ വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇവിടെ? ഇതിൽ മാത്രം 400 തൈ ഏതാണ്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഈ ഒരു 400 തൈ മാത്രം നമ്മളിപ്പോ വെച്ചിട്ടുള്ളൂ അല്ലേ? നമ്മൾ ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല. ചെയ്തിട്ടുണ്ട്, അതായില്ല. വന്നില്ലെങ്കിൽ നമ്മുടെ കാശ് പോകും. അപ്പൊ ഇത് ഒരുമിച്ച് ചെയ്യാൻ പറ്റാത്ത ഇപ്പൊ ഇത് ആദ്യമായിട്ട് ഒരു ട്രെയില് നോക്കിയതാ. ആ ട്രെയില് നോക്കി ഇപ്പൊ വിജയിച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് മാത്രമേ ഇപ്പൊ പൂത്തിട്ടുള്ളൂ, അതായില്ല. അതുകൊണ്ട് അല്ല, ഇത് ഇപ്പൊ വിജയിച്ചു. അപ്പൊ എല്ലാവരും ഇനി ചെയ്യാൻ തുടങ്ങും. അതെ. നമുക്ക് ഈ തയ്യപ്പ എവിടെ നിന്നാണ്? കാശ്മീരിൽ നിന്ന് കൊണ്ടുവന്നാണ്. എന്തായാലും നമുക്ക് ഇപ്പൊ നന്നായിട്ട് വന്ന് ഞങ്ങൾ കഴിഞ്ഞ വർഷം ആ തട്ട് മൊത്തം ചെയ്തായിരുന്നു. പക്ഷെ ഈ മഞ്ഞു മഴയൊക്കെ വീണിട്ട് കേറി വന്ന പൂവ് ചീഞ്ഞു പോയി. ഉള്ളിൽ തന്നെ ഇത്രയും ഭാഗത്തിലെ പൂവ് കേറി വന്നു. ഇത്രയും ഭാഗത്തിലെ കേറി വന്നിട്ട് ഈ മഞ്ഞു മഴ ഇറങ്ങിയത് കൊണ്ട് ചീഞ്ഞു പോയി. അതുകൊണ്ട് പിന്നെ ഈ പ്രാവശ്യം ഇതൊക്കെ ഇങ്ങനെയൊക്കെ വലിച്ചു കെട്ടി പൂവ് എടുത്തു. അതെ. മോനെ എവിടെ പോയേക്കാണ് ഇപ്പൊ? താഴുണ്ടല്ലേ? കാണാൻ പറ്റുമോ നമുക്ക്? ഇന്ന് കാണാൻ പറ്റില്ല. തിരക്കാണ്. അടിമാലി ഏതാണ്ട് മീറ്റിംഗ് ഉണ്ടല്ലേ? അപ്പൊ മച്ചാമാരെ, അതെ നമ്മളിവിടെ കുങ്കുമ പൂവിന്റെ തൈന്റെ സ്ഥലത്തെത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പൊ ചേട്ടാ, സന്തോഷം. ചേട്ടന്റെ പേരെന്തായിരുന്നു? എന്റെ പേര് ഭഗവതി. മോന്റെ പേര് രാമമൂർത്തിയാണ് ഇപ്പൊ ഇതില് അല്ലേ ചെയ്തത്? എന്തായാലും വിജയിച്ചു. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ഒരു സ്റ്റാഫാണ്. എന്തില് പുള്ളി? എന്തിന്റെ? മറ്റേ DFSC അല്ലേ അവിടെ നിൽക്കുന്നല്ലേ? ചേട്ടൻ ഇത് മാത്രമേ ഉള്ളൂ ചെയ്യണോ, അല്ലെങ്കിൽ സ്ട്രോബെറി ഒക്കെ ഉണ്ടോ? ഇത് ചേട്ടനാണോ? സ്ട്രോബെറി നമ്മുടെ സ്ട്രോബെറി ചെയ്യാൻ പോകുന്നു. സ്ട്രോബെറി എന്തെങ്കിലും ഉണ്ടായി നിൽക്കുന്നുണ്ടോ? ഇപ്പൊ ചെയ്തില്ലേ ഉള്ളൂ. ഇതാണ് ഇപ്പൊ ഈ സീസണിലാണ് പ്ലാന്റേഷൻ ചെയ്യുന്നത് സ്ട്രോബെറി. വേറെ കൃഷി എന്തൊക്കെയാണ് ഇപ്പൊ ഉള്ളത്? വേറെ ഇപ്പൊ ഒരു കൃഷിയില്ല. ഇപ്പൊ ഇനി ഇടുള്ളൂ. ഭയങ്കര മഴയായിരുന്നല്ലോ ഇവിടെ. ഭയങ്കര മഴയായിരുന്നു. ഈ 2 ദിവസമാണ് ഈ വെയിൽ തെളിഞ്ഞാക്കണേ. മൊത്തം ഇവിടെ മഴയല്ലേ. മഴയത്തൊക്കെ ഇത് പണിയായിരിക്കും അല്ലെ? മഴയത്ത് ഞാന് വെയിലടിച്ചാ ഇത് മാറ്റി കൊടുക്കണം. കുറച്ച് വെയിലും വേണം, തണലും വേണം. അത് പിന്നെ ഈ മഞ്ഞു മഴ കൊള്ളൂല, അതാണ് കുഴപ്പം. അതെ, മഞ്ഞുമഴ വേണോ അല്ലെ ശരിക്കും? മഞ്ഞ് കിട്ടണ്ടേ? തണുപ്പ് മഞ്ഞ് കിട്ടണോ? തണുപ്പും വെയിലും വേണം. തണുപ്പും വെയിലും ഉണ്ടെങ്കിൽ ഇത് വിജയിക്കും. പക്ഷെ ഈ മഞ്ഞ് മഴയൊക്കെ വെള്ളം ഇറങ്ങിയാലും കുഴപ്പമില്ല. ഈ മഞ്ഞ് പറഞ്ഞതാണ് ഇവിടെ ഏത് കൃഷി ആയാലും കേടാവും. അത് ഉറപ്പാ. ഈ കുങ്കുമപ്പൂ മാത്രമല്ല, ഇതെല്ലാം മഞ്ഞ് പിടിച്ചിട്ടാണ് അങ്ങനെയൊക്കെ പോകുന്നത്. ഇത് പോയി നിക്കണല്ലേ മഞ്ഞ കളർ പോയി നിൽക്കുന്നത്. അടുത്ത കേറി വരുന്നുണ്ടല്ലേ? അത് ഒരു ചോട്ടിന്ന് അങ്ങനെ തന്നെ കിളുത്ത് വരും. കിളുത്തുന്നുണ്ട്. ഇത് ഒരെണ്ണം കേടായി പോയാലും അടിയിൽ കിളുത്ത് വരുമല്ലേ? കിളുത്ത് വരും. ഓക്കെ. ഒരു ചെടിയിൽ അതായത് 3 പൂ ഉണ്ടാകണം. മറ്റേ ചുവപ്പ് വന്ന് നിക്കണം അല്ലേ? വയലറ്റ് കളറായിട്ട് വന്നിക്കണം. അത് വന്നിട്ട് നമുക്ക് ആദ്യത്തെ ഒരു വിളവെടുത്തെന്ന് വെച്ചോ, ഇനി ഒരു വിളം 3 വിളവ് പറഞ്ഞു അതിന് ഒരു ചെടിയിലല്ലേ. അപ്പൊ 3 അവിടെ അന്ന് ഒരു പാർട്ടി പറഞ്ഞ 5 പൂവാന്ന്. അത് നമുക്കറിയത്തില്ല. 3 പൂവാണ് ഇതിന്റെ അന്ന് ഡയറക്ടർ പറഞ്ഞത്. അതാ 3 പൂവൊക്കെ ഉണ്ടാകുന്നു ഒരു ചെടിയിരുന്നു. ഇപ്പൊ അടി അവിടെ നിന്ന് കയറി വരുന്നില്ല ആക്കുമ്പോൾ അതുകളൊക്കെ ഇനി പൂ വരും. ഇതിപ്പോ ഇനി അടുത്തത് എപ്പോഴായിരിക്കും പൂ വരുന്നത്?
ഇനി അത് നമുക്ക് ഇപ്പോ എപ്പോഴാ വരുന്നതെന്ന് നമുക്ക് ഒരു പിടിയില്ല. എന്നാലും ആദ്യം നട്ടപ്പോ എത്ര മാസം കൊണ്ടാണ്? 2 മാസം കൊണ്ട്. 2 മാസം കൊണ്ട് വന്നു. 2 മാസം കൊണ്ട് വന്നു. അപ്പൊ ഇനിയിപ്പോ ഇത് ഇപ്പൊ എടുത്ത് ഇത്രയും തൈ മേടിച്ചാണ് വെച്ചത്. അല്ലെങ്കിൽ അത് പറ്റില്ല. എന്നിട്ടും 2 മാസമായി. 2 മാസമായി. ഇത് ട്രയല് വെച്ചാണ് സാധനം കൊണ്ടുവരുന്നത്. അതെ. ഇപ്പൊ ഇനി സക്സസ് ആയ സ്ഥിതിക്ക് ഇനിയിപ്പോ ഈ ഏരിയ ഫുൾ ഉണ്ടാവൂല. ഏരിയ ഇപ്പൊ ഞങ്ങളിപ്പോ അതിന് വേണ്ടിട്ടാണ് ഇപ്പൊ ഇതെല്ലാം മൊത്തം കവർ ചെയ്യാൻ പോവുക. അടിപൊളി. അപ്പൊ എന്തായാലും സന്തോഷം ചേട്ടാ കാണാൻ പറ്റിയല്. വീഡിയോ നമ്മുടെ കാശ്മീര് മാത്രമല്ല നമ്മുടെ ഇടുക്കിയിലും ഉണ്ടാവുമെന്ന് കാണിച്ചു കൊടുത്തല്ല. അപ്പൊ എന്തായാലും ഒന്ന് കാണാൻ വരണ്ടേ, അതുകൊണ്ട് വന്നത്. അതും കൂടി ഒന്ന് സ്ട്രോബെറിയും കൂടി ഒന്ന് കണ്ടിട്ട് പോവാൻ നമുക്ക്. സ്ട്രോബെറി എങ്ങനെയാ ചെയ്യാവുള്ളൂ. ആദ്യം പ്ലാസ്റ്റിക് ഇടണം, എന്നിട്ട് തുളയിടണം. തുളയൊക്കെ ഇടുന്നത് നമ്മള് കത്തി വെച്ച് കീരിയ അങ്ങനെയൊക്കെ സൈപ്പായിട്ട് കിട്ടും. ഇതിപ്പോ പ്ലാസ്റ്റിക് ഇടുന്നത് എന്തിനാണ്? പളം ചീത്തയാകാതെ. ചീഞ്ഞു പോവില്ലേ? ചീഞ്ഞു പോയാ മണ്ണ് വീണ അടി മണ്ണ് പോവില്ലേ? കായ് മുളക്കത്തില്ല. അയ്യോ, മൊബൈൽ പോയി. ചീഞ്ഞു പോകും. മണ്ണിനെ കൊണ്ടാൽ പളം ചീഞ്ഞു പോകും. സംശയമില്ല. അതാണ്. ഇപ്പൊ ഒന്നും ആയിട്ടില്ല അല്ലേ? ഇപ്പൊ ആയിട്ടില്ല. ഇപ്പൊ വരുന്നില്ല. 1 മാസം ആകുന്നില്ല. അടുത്ത മാസം ജനുവരിയില് എല്ലാം നമ്മള് ഇവിടെ ഒരുപാട് കഷ്ടപ്പാട് പെട്ടാണ് ചെയ്യുന്നത്. മയില് കയറി വരും. മയില് കയറിയ ഈ പ്ലാസ്റ്റിക് മൊത്തം കയറി പോകും. അതിന്റെ നഖമുള്ള കാലല്ലേ, നീളമായിട്ട്. അപ്പൊ അത് കുത്തിയാൽ ഈ പ്ലാസ്റ്റിക് പൊട്ടും, കീറിപ്പോവും. പിന്നെ ഇത് പിന്നെയും കാശ് കൊടുത്ത് മേടിച്ച് അല്ലേ? അല്ല, പിന്നെ അയക്കാൻ പറ്റത്തില്ല. ഇത് ആ തയ്യൊക്കെ അയക്കാൻ പറ്റില്ല. ഒയ്യോ, എല്ലാം പോവും. ഇത് ഇട്ടത് തന്നെ. പിന്നെ ഇതിന് ഒരുപാട് കാശ് മുടക്കുണ്ട്. ഇതിനെ പിന്നെ കമ്പി മേടിച്ച് ഇതെല്ലാം സൈഡെല്ലാം കുത്തി വെക്കണം. ഇതെല്ലാം ഒരുപാട് പണിയുണ്ട്. എന്നാലേ ഈ കള കയറാതിരിക്കും. കള 1-2 കയറുന്നതിന് നമ്മൾ ഇതിൽ കയറി വന്നതിന് ചോടിന്റെ അടിക്ക് നമ്മൾ പറിച്ച് മാറ്റാം. മൊത്തം കള കയറിയ ഇത് പറിക്കുന്നത് കഷ്ടപ്പാടാണ്. പഴം നമുക്ക് ന്യായമായിട്ട് കിട്ടൂല. എല്ലാം മണ്ണിൽ കൊണ്ടാൽ പഴ ചീത്തയാവും. അതിന് സംശയമില്ല. ഇവിടെ മുയലൊക്കെ ഉണ്ടല്ലേ? ചേട്ടൻ വളർത്തനാണല്ലേ? അതെ, മുയല്, ബ്രോയിലർ മുയലല്ലേ? കോഴി, അടിപൊളി. തീറ്റ കൊടുത്തോണ്ടുന്ന സമയത്താണ് നിങ്ങളുടെ മുയല്. ഇത് അഴിച്ചുവിട്ട് കഴിഞ്ഞാൽ പണിയാവും അല്ലേ? ചാടി പോയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ചാടി പോയിട്ടുണ്ട്. പോയത് ഇവിടെ കറങ്ങി ഇങ്ങോട്ട് വരും. പിന്നെ ഓരോ നാണായിട്ട് പിടിച്ചു ഇടണം അങ്ങോട്ട്. വളഞ്ഞു തിരിഞ്ഞ് പിടിച്ചെടുത്താലേ പറ്റും. അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും പോയി പൊന്ത് മാന്തിക്കൊണ്ടിരിക്കും. ഇത് പൊത്തിനകത്ത് കിടക്കുന്ന സാധനമല്ലേ? അതെ. പിന്നെ നമ്മളെ വളർത്തുന്നത് കൊണ്ട് എവിടെയെങ്കിലും പമ്മി പിടിച്ചാലേ ഉള്ളൂ. ഇതെന്താണ്? പാഷൻ ഫ്രൂട്ട്. പാഷൻ ഫ്രൂട്ടിനാണല്ലേ? ഇവിടുത്തെ പാഷൻ ഫ്രൂട്ടാണ്. ഇതല്ലേ, ഈ പൂവിന് നല്ല ഒരു സൈപ്പും ഉണ്ട് കേട്ടോ. അടിപൊളി. ഇപ്പൊ ഉണ്ടായി കിടക്കുന്നുണ്ടോ വല്ലതും? ചെറുതായിട്ടുണ്ടല്ലേ? കോഴിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നോ? ഇത് ഇവിടെ ഉണ്ടാകണല്ലേ? പഴുത്തിട്ടില്ലല്ലോ? പഴുത്തിട്ടുണ്ട്. ഇത് എടുക്കുന്നുണ്ടോ? ഞാൻ എടുത്തോ. അല്ല, എടുത്തോ. ഫോട്ടോ എടുക്കണമെങ്കിൽ എടുത്തോ. കൊറേ ഉണ്ടായിട്ടുണ്ടല്ലോ. അല്ല, ഇനി ഇപ്പഴാ പൂക്കണ ടൈമാണല്ലേ? ഇത് ഈ പൂ കണ്ട ചെടി അടർന്ന് നിക്കാൻ പാടില്ല. മരത്താണെങ്കിൽ ഇഷ്ടംപോലെ കായുണ്ട്. മരത്ത് കയറ്റി വിട്ടാ നല്ലപോലെ പിടിക്കും. എടുത്തരട്ടെ? ഇല്ല, വേണ്ട ഏട്ടാ, പറിക്കണ്ട. വേണ്ട, അല്ല, ഇവിടുത്തെ ഒരെണ്ണം കഴിച്ചു നോക്ക്. രണ്ടായിട്ട് പൊട്ടിക്കും. നാട്ടിലുള്ള പോലത്തെ അല്ല അത്. ഒന്ന് പിടിച്ചേ, ഒറ്റ വലി ഇത് വലിഞ്ഞ് കയറാൻ പറ്റില്ല. നാട്ടിലുള്ളത് പോലത്തെ അല്ല.
ഈ സാധനം ഇങ്ങനെ പൊട്ടിക്കാം തൊണ്ട്. അവിടെയാണെങ്കിൽ ഇത് മുറിക്കാൻ കത്തി വേണം. ഓ കണ്ടോ നൈസായിട്ടാ പൊളി. ഇത്രേ ഉള്ളൂ. കണ്ടോ ടേസ്റ്റ് ആയിരിക്കും അല്ലേ? കഴിച്ചു നോക്കിയാൽ നല്ല മധുരം ഉണ്ടാവും. മധുരമുള്ള സാധനം അവിടെ നല്ലപോലെ പഴുത്തില്ല, നാട്ടിലുള്ള എന്നായാലും മധുരം ഉണ്ടാവും. എടുത്ത് കാണിക്കണോ? പറിക്കണ്ട. ഓ ഇത് നല്ലോണം പഴുത്തണ്ട അല്ലേ? അത് നല്ല മധുരം നല്ല മധുരമായിരിക്കും. ഇത് തന്നെ നല്ല മധുരം ഉണ്ട്. എടുക്കട്ടെ? വേണ്ട. ബൈക്കിലാണോ വന്നോ? ഇത് അച്ചിങ്ങയാണല്ലേ? മുറുക ബീൻസ്. ബീൻസ് തോരൻ വെക്കാനുള്ളത്. കറി വെക്കാൻ പറ്റത്തില്ല, തോരൻ വെക്കാൻ. സാമ്പാറിന്റെ കൂട്ടത്തിലിടാം. ഇത് നിങ്ങൾക്ക് വേണ്ടി തന്നെയാണോ അല്ലെങ്കിൽ പുറത്ത് കൊടുക്കും? ഇത് വേറെ ആളുടെയാ, പക്ഷെ ഇത് പുറത്ത് കൊടുക്കും. അല്ല നമ്മള് യൂസ് ചെയ്യും, പുറത്തും കൊടുക്കും. നല്ല നീളമായിട്ട് വരുന്ന ബീൻസ് അത് കണ്ട. പക്ഷെ നല്ല ഇതൊക്കെ നല്ല തോരൻ വെക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉള്ള. ഇവിടെ എന്താന്നറിയാമോ, ഞാൻ ചോദിച്ചായിരുന്നു, ഇവിടെ മരുന്നടിക്കൂല, കീടനാശിനികൾ ഒത്തിരി ഉപയോഗിക്കില്ല. അതാ ഇവിടുത്തെ ഒരു പ്രത്യേകത, ഈ മണ്ണിന്റെ ഒരു പ്രത്യേകത. കീടനാശിനി ഒത്തിരി വിഷമുള്ളത് അടിച്ചാലേ അത് നമുക്ക് തന്നെ ദോഷമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ വരുന്ന ആൾക്കാർ എങ്ങനെയാണെന്നറിയാമോ, ഇത് മരുന്നുമില്ല, ഒന്നുമില്ല. ഈ കാബേജ് ഒക്കെ പുഴുവുണ്ടെങ്കിൽ മേടിക്കത്തില്ല. പക്ഷെ ആ പുഴുവുള്ള കാബേജാ നല്ലത്. പുഴുവ് തിന്നുന്നത് വിഷമുള്ളത് തിന്നത്തില്ല. കത്തിരിക്ക ഈച്ച പോലും അടുത്ത് പോകത്തില്ല വിഷം മേടിക്കുന്നു. ഈ പുഴു തിന്നുന്ന കത്തിരിക്ക മേടിച്ചാല് അത് നല്ല വിഷമില്ലാത്ത സാധനമാണ്. അത് ആൾക്കാർക്ക് നമ്മള് ഈ പുഴുവല്ലേ, വിഷം കയറിയിട്ടുണ്ട്. ഈ പുഴു കാണുന്നതുകൊണ്ട് ഭയങ്കര ഒരു വിഷമാ. ഓ ഇത് ഇങ്ങനെ പുഴുണ്ടെന്ന് അറിയാം. പക്ഷെ ഒത്തിരി ഫ്രഷ് ആയിട്ടുണ്ടെങ്കിൽ ആ സാധനം ചീത്തയാന്ന് വെച്ചാ നമുക്ക് ചീത്ത, നമ്മുടെ ശരീരം ചീത്തയായി. ഇവിടെ കോളിഫ്ലവർ ചെയ്യൂല. അത് ഭയങ്കര വിഷം അടിച്ചാലേ വരുള്ളൂ. അതുകൊണ്ട് ഇവിടെ ആരും കോളിഫ്ലവർ ചെയ്യാറില്ല. അത് തമിഴ്നാട്. ഒരു പ്രാവശ്യം ഈ കൊറോണ സമയത്ത്, അല്ല ഒരു ഓണത്തെ സമയത്ത് അവിടുന്ന് തമിഴ്നാട്ടിൽ നിന്ന് സാധനം കയറ്റാണ്ടെന്ന് പറഞ്ഞ് എല്ലാ സ്ഥലത്തും ചെക്ക് പോസ്റ്റിൽ നിർത്തി വെച്ചില്ല. പിന്നെ എന്താ ഇതുപോലെ കോളിഫ്ലവർ പച്ചക്കറികളൊക്കെ അങ്ങോട്ട് നിന്ന് വേണ്ട, കേരളത്തിലുള്ളത് മാത്രം മതി, കണ്ടൊരു പറ്റോടെ സാധനം മാത്രം മതി എന്ന് പറഞ്ഞില്ലേ. അതാണ് ക്വാളിറ്റിയാണ് അല്ലേ, ഫ്രഷ് സാധനം നമ്മൾ കൊടുക്കുന്നത് നമ്മളെ തൃപ്തിയായിട്ട് നമ്മൾ കൊടുക്കുക. പക്ഷെ നമുക്ക് ഒരു എക്സ്ട്രാ പൂവില്ലേ മൊത്തം ചാണകം ഇട്ട് കലക്കി മണ്ണ് കൂട്ടി. അപ്പൊ നമുക്ക് ഇവിടെ ഒന്നും നോക്കണ്ട, അത് തന്നെ കയറി വന്നോളൂ. ഇവിടെ കൂടുതൽ മരുന്ന് അടിക്കേണ്ട, ഒന്നും അടിക്കണ്ട, രാജവളം ചെയ്യണ്ട, ജൈവവളം ചെയ്താൽ മതി. അതാണ് ഈ മണ്ണിനൊക്കെ നല്ല വളമുള്ള മണ്ണുകളാ. എന്തും വളരും അല്ലേ? എന്തും വളരും. അടിപൊളി. എന്തായാലും സന്തോഷം ചേട്ടാ. അപ്പൊ കാണാം. എന്റെ പേര് ഫെബിൻ. അപ്പൊ കാണാടാ. ശരിയാ. ഇവിടെ ഒരു സ്നോ ലൈൻ ഫ്രൂട്ട്സ് ഗാർഡൻ ഉണ്ട്. വിസിറ്റിംഗ് ടൈം 9 AM to 5 PM. ഇല്ല, ഓപ്പൺ അല്ല. ഞാൻ അതിന് വേണ്ടിയിരിക്കണേ. ആപ്പിൾ സീസൺ അല്ല, ജൂലൈ ആഗസ്റ്റ്. നിങ്ങൾ ഒരാള് ആപ്പിൾ ഇപ്പൊ ഒന്നും ആയിട്ടില്ല അല്ലേ? സീസൺ അല്ല. സ്ട്രോബെറി സീസൺ അല്ല. എല്ലാത്തിന്റെ ഒരാളുള്ളു. എല്ലാത്തിന്റെ മരം കാണാൻ പറ്റുമായിരിക്കും അല്ലേ? 10 വക ഫ്രൂട്ട്സുകളുണ്ട്, ഒരുമിച്ചുണ്ടാകും. എന്തായാലും ഇവിടം വരെ വന്നല്ലേ, നമുക്ക് ആപ്പിളിന്റെ മരവും കൂടി കണ്ടിട്ട് പോവാം. ഇവിടെ ഓറഞ്ച് ഉണ്ടായി നിക്കുന്നുണ്ടാ. ഇവിടെ ഓറഞ്ച് ഉണ്ട് കേട്ടോ, ഫ്രഷ് ആണ്. ഇത് മേടിക്കാൻ പറ്റുമോന്നൊക്കെ അറിയാം ചേച്ചി? ഇത് മേടിക്കാൻ പറ്റുമോ? അടിപൊളി, മേടിച്ചിട്ട് പോവാം.
ബ്ലാക്ക് സപ്പോട്ട കറുത്താലോ കറുത്ത കളറിൽ മാറും. കറുത്ത കളർ മാറും. ഇത് ഏതാ ചേച്ചി? ഇത് റോസിന്റെ, റോസ്. ഇത് മരത്തക്കാളിന്റെ. ഈ റോസ്തേക്ക് എത്ര രൂപ? റോസ്തേ 40. ഇത് സ്ട്രോബെറി ചെടിയാ, സീസൺ അല്ല. ഓ സ്ട്രോബെറി ഇതല്ലേ? ജനുവരി ഫെബ്രുവരിയിലെ. ജനുവരി ഫെബ്രുവരിയിലെ മുമ്പിൽ പോകും. കുറ്റിച്ചെടി. ഈ കുറ്റിച്ചെടി ബ്ലാക്ക്ബെറി ഫോട്ടോ എടുക്കണമെങ്കിൽ എടുത്തോണ്ടേ ഒക്കെ തിരിച്ച് നമ്മൾ അതിലെത്തും. ഈ കുറ്റിച്ചെടി ബ്ലാക്ക്ബെറിയുടെ ദേ ഈ കമ്പിക്കത്ത്. സപ്പോട്ട. ഇതിന്റെ ഉള്ളിൽ കയറാൻ ഒരാൾക്ക് 20 രൂപ കൊടുക്കണോട്ടാ. നമ്മുടെ ഗാന്ധി അണ്ണനെ കാണാനില്ല. ഞാനതിൻ്റെ ഉള്ളിലോട്ട് കയറി കയറി. എൻ്റെ പുറകെ കുറെ പേരും വന്നിട്ടുണ്ട്. സപ്പോട്ട കിടക്കണം. സബർജില് ആപ്പിള് മാതുള് ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബറില് ഉണ്ടാവും. റോട്ടില് വരും. ഇപ്പൊ ഒരു 5-6 മാസമായി ഈ തോട്ടത്തിലല്ലേ വന്നു. ചിലപ്പോ കേറി വരും, പറയാൻ പറ്റില്ല. ഇതെല്ലാം ഓറഞ്ച്, ഇത് പാസം ഫ്രൂട്ട്. ഓറഞ്ച് പറിക്കാൻ പറ്റില്ലായിരിക്കും അല്ലേ? പറിച്ചു വച്ചിട്ടുണ്ട് മേളില്. ഇപ്പൊ പറിച്ചതാ, ഇരിക്കില്ല. പാഷൻ ഫ്രൂട്ട് ആണല്ലേ? മധുരമുള്ള പാഷൻ ഫ്രൂട്ട് മേളിലുണ്ട്. ഇത് ഇവിടെ ഉണ്ടാവണതാണോ? ഇവിടെ ഉണ്ടാവണോ? ഓറഞ്ച് പഴുത്തടക്കണ നമുക്ക് പറിക്കാൻ പറ്റില്ല. അവിടെ നല്ലോണം പഴുത്ത് കിടക്കണുണ്ട്. തോട്ടത്തിലൊന്നും പറിക്കാൻ പാടില്ല. നല്ല കൊറേ ചെടികളുണ്ട് കേട്ടാ. സൂപ്പർ. ഇത് ഓറഞ്ച് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അടിപൊളി പഴുത്തടക്കണേ. പറിക്കാൻ പറ്റില്ല. പക്ഷെ പറിക്കാൻ ആ ചേച്ചി സമ്മതിക്കില്ല. ചേച്ചി ആപ്പിൾ എവിടെയാണ്? മരം എവിടെയാ? ഇതാണോ? ആപ്പിൾ മരം നിക്കണം ഇപ്പോ. രതീഷ് ഉണരൂ രതീഷ്. ഒരാപ്പിളൊക്കെ ഉണ്ടായി നിക്കൂ. ഇതിനൊരു ഇല പോലും ഇല്ലല്ലോ കർത്താവേ. ഒരെണ്ണം കിട്ടി. നിക്കണൊക്കെ ആപ്പിൾ മരം വരുന്നു. ഞാൻ വിചാരിച്ച് ഉണങ്ങി നിക്കണ ഏതോ കമ്പാണെന്ന്. ഇവിടേക്ക് ആന കയറി വരുന്നിട്ടുണ്ടെന്നു. 6 മാസം ഇടക്കൊക്കെ കയറി വരുമെന്നും പറയാൻ പറ്റില്ലെന്ന് പറയണേ. ആന കയറിയൊന്നും എല്ലാം അടിച്ച് തകർക്കുമല്ലോ. സബർജിൽ പിയർ ഫ്രൂട്ട്. സബർജിലൊന്നും ഉണ്ടായി കിടക്കുന്നില്ല കേട്ടോ. പ്ലംസ്. ഓ ഇവിടെ സ്വർഗമുണ്ടോ ശരിക്കും. പ്ലംസ്. പ്ലംസ് പൂത്ത് നിൽക്കണണ്ട. പൂവിട്ടിട്ടുണ്ട്. ഇതൊക്കെ സീസൺ എപ്പോഴാണ് പ്ലംസിന്റെ ഒക്കെ? ജൂലൈ ആഗസ്റ്റ് മെയ് ജൂൺ. അവിടെ ഉണ്ടായിട്ടുണ്ടല്ലോ ചെറുത് പ്ലംസ്. മെയ് ജൂണിലെ ഇപ്പൊ പൂ പിടിക്കുന്നതേ ഉള്ളൂ. പൂ പിടിച്ച് അത് ചെറുതാണല്ലേ. ഇതെന്താണ്? ഇത് ആപ്പിളാണ്. ഓറഞ്ച് 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 ആണല്ലേ.
ಎಲ್ಲ ഓർഗാനിക്ക ചാണകപ്പൊടി വേപ്പം പിണ്ണാക്ക് അതേ ഇടും മധുരം കാണൂ രാസവളമില്ല. ഇത് മറ്റേ മരത്തക്കാളി അല്ലേ? ആ മരത്തക്കാളി. ഇവിടെയുള്ള എല്ലാ ഫാമിലും വിസിറ്റ് ചെയ്യാൻ 20 രൂപയാണ് ചോദിക്കുന്നത്. നമ്മൾ കൊടുത്ത് ചോദിക്കുന്നതാണ്. കാരണം ഓരോരുത്തരുടെ പറമ്പ് അത് ഫാമാക്കി അടിപൊളിയാക്കി വെച്ചേക്കണേണ്ട. ഒന്നും പറിക്കാൻ പാടില്ല. ഒരു വലിയൊരു പൂ കണ്ടിട്ടാ ഞാൻ കാണിച്ചത്. എൻ്റെ അമ്മ ഇവൻ നിക്കണം നിപ്പോകെ അടിപൊളിയായിട്ടാ നിക്കണം. ചേച്ചി ഇതെന്താ? മുസമ്പി മുസമ്പി ഉണ്ടായിക്കണ്ട്. ഇവിടെ എന്തോ കരിഞ്ഞു പിടിക്കണ്ടല്ലോ. ഇവിടെ എല്ലാം ഉണ്ട്. ആപ്പിള്, ഓറഞ്ച്, മുസമ്പി, പറയാൻ പറ്റൂല, എല്ലാ സാധനവും ഉണ്ട്. നിങ്ങൾ വന്ന് എക്സ്പ്ലോർ ചെയ്യും. ഇതിൻ്റെ സീസൺ ടൈമിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം നല്ല രീതിയിൽ കാഴ്ച നിൽക്കണ കാണാൻ പറ്റും. അതാണ്ടാ ഈ ഓറഞ്ചൊക്കെ ഇപ്പോൾ പഴുത്തിട്ടുണ്ട്. ആപ്പിളൊക്കെ ഉണ്ടാക്കി നിൽക്കണ കാണണമെന്നുണ്ടെങ്കിൽ 2 മാസം കൂടി കഴിയണം. ഇപ്പോൾ സീസൺ ആയിട്ടില്ലെന്നാണ് പറഞ്ഞത് ചേച്ചി. അതായത് ജൂലൈ, ആഗസ്റ്റ് ആ സമയത്തൊക്കെയാണ് സീസൺ. പിന്നെ വരുന്നവരെല്ലാം പറിച്ച് നശിപ്പിക്കരുത്. പറിച്ച് നശിപ്പിച്ച് കഴിഞ്ഞാൽ അവർ പിടിച്ച് പുറത്താക്കും. ഓറഞ്ചിനൊക്കെ നല്ല സൈസ് ഉണ്ട് കേട്ടോ. അങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് നമ്മൾ ഇവിടെ എത്തി ഗൈസ്. എൻ്റെ അമ്മ എനിക്ക് എടുത്താൽ മതി. 1 കിലോ. 1 കിലോ പാഷൻ ഫ്രൂട്ടും ഒരു ഓറഞ്ചും. എത്രയാ? 30 രൂപ പേരൊക്കെ കിട്ടോ? എല്ലാവർക്കും എടുത്തോ. ഇനി ചോദിക്കരുത്. ഇത് പേരൊക്കെ എത്രയാണ് 1 കിലോ? 30 കേട്ടോ. 200 മൊത്തം. ഓക്കെ. ചേച്ചി ഒരു കവറും കൂടി തരാമോ? കൊച്ചി വരെ എത്തൂല്ലെങ്കിൽ. സെറ്റായി. ഞാനെന്തായാലും ഒരു കവർ നിറച്ച് ഓറഞ്ചും പാഷൻ ഫ്രൂട്ടും പിന്നെ എന്താണ് പേരക്ക മേടിച്ചിട്ടുണ്ടാ. എന്തായാലും ഈ ഒരു ഫാം ഹൗസിനോട് ഇവിടെ പറഞ്ഞുകൊണ്ട് ഞാൻ പോകണേണ്. പക്ഷേ പോകാൻ പറ്റില്ല. ആ ചേച്ചി പറഞ്ഞ പോലെ ദൈവമേ പൂട്ടിയിട്ടേക്കണേ. ഇവിടെ വിസിറ്റിംഗ് ടൈം പറഞ്ഞേക്കണത് 9 മണി to 5 മണി വരെ. 20 രൂപ കേട്ടോ. അപ്പോൾ മച്ചാമാരെ നമ്മുടെ ഗാന്ധി അണ്ണനാണ്ടോ നമ്മളിവിടെ കറക്കിയത്. ഞാൻ ഗാന്ധി അണ്ണൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ കാന്തല്ലൂരൊക്കെ വന്നെന്നുണ്ടെങ്കിൽ ഗാന്ധി അണ്ണനെ വിളിക്കാം. കറക്കും ഇവിടെ ഇട്ട് അല്ലേ? അപ്പോൾ താങ്ക്സ്. നമുക്കൊരു മസാല ദോശ കഴിക്കാം കേട്ടോ. എന്തായാലും കറക്കം കറങ്ങി എത്തി. തിരിച്ചെനിക്ക് ബസ് 12 മണിക്കാണുള്ളതെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കൊരു മസാല ദോശ കഴിച്ചിട്ട് കയറിയിരിക്കാം. ഫ്രണ്ട്സ്, അപ്പം ഞാൻ ഈ ബസ്സിൽ കയറി തിരിച്ച് മൂന്നാർ പോകുന്നു. മൂന്നാറിന് നേരെ എറണാകുളത്തേക്ക് പോകണം കേട്ടോ. അപ്പോൾ മച്ചാമാരെ ഞാൻ ഈ വീഡിയോ കൂടെ വെച്ച് അവസാനിപ്പിക്കണേണ്ട. KSRTC വെച്ച് നോക്കി എന്നിട്ട് കിട്ടിയില്ല. പോസ്റ്റാണ് 10 മണി തൊട്ട് നോക്കി എന്നിട്ട് 11:30 ബസ് വന്നു. അപ്പോൾ മച്ചാമാരെ അടുത്ത വീഡിയോയിൽ കാണണ്ട. സൂക്ഷിച്ച് നോക്കിയാൽ ആ മരത്തിൻ്റെ മേലിൽ ഒരാൾ നിൽക്കണ്ടട്ടാ. മറ്റേ പാഷൻ ഫ്രൂട്ടാണ്. അത് പറിക്കാൻ വേണ്ടി കയറിയാണ്.